ലേണിംഗ് ഡിസേബിലിറ്റിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ബാച്ച് 3 തരം പഠിതാക്കൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി കഴിഞ്ഞവരാണ്. മറ്റൊരു വിഭാഗം ഡിപ്ലോമ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നവരാണ്. വേറെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ ലേണിംഗ് ഡിസേബിലിറ്റി മാത്രം പഠിക്കാനായിട്ട് വന്നവരാണ്. എല്ലാവരോടും പറയാനുള്ളത്, ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് കോഴ്സ് അല്ല. കൗൺസിലിംഗ് മനസ്സിലാക്കിയിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ കൗൺസിലിംഗ് പഠിച്ചു കഴിഞ്ഞവർക്ക് ഇത് കുറെ കൂടി നല്ല ഓപ്പണിംഗ് ആണ്. ലേണിംഗ് ഡിസേബിലിറ്റി മാത്രം എടുക്കുന്നവർക്ക് ഇതൊരു അവയർനെസ് ക്ലാസ് എന്ന രീതിയിലാണ് നിങ്ങൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതൊരു വലിയ പഠനശാഖയാണ്. ഇപ്പൊ ഈവൻ കൗൺസിലിംഗ് സൈക്കോളജി ആണെങ്കിൽ പോലും അതിലൊരുപാട് ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. 3 വർഷത്തെ ഡിഗ്രിയും 2 വർഷത്തെ PGയും എടുത്തവർക്ക് പോലും സ്കില്ല് യഥാർത്ഥത്തിൽ ഇല്ലെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കഴിയുകയില്ല. അപ്പൊ സ്കിൽ എന്ന് പറയുന്ന ഒരു വാക്ക് ഞാനിവിടെ സൂചിപ്പിക്കാൻ കാരണം, നിങ്ങളിൽ ഒരു സ്കിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ കൗൺസിലിംഗ് സൈക്കോളജി പഠിക്കാൻ വേണ്ടി പോകുന്നതും അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞതും ലേണിംഗ് ഡിസേബിലിറ്റിക്ക് മാത്രമായിട്ട് ജോയിൻ ചെയ്തതൊക്കെ സ്കിൽ ഉള്ളത് കൊണ്ടാണ്. സോ നിങ്ങൾക്ക് അതിനെ വളർത്തിയെടുക്കുവാൻ വേണ്ടി കഴിയും. ഒരു പക്ഷേ വർഷങ്ങളോളം ലേണിംഗ് ഡിസേബിലിറ്റിയുടെ കോഴ്സ് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ മുഴുകിയിട്ടും പൂർത്തിയാക്കാൻ വേണ്ടി പറ്റാത്ത പല കഴിവുകളും നിങ്ങളിൽ ഉൾച്ചേർന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനെ വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നതാണ് നിങ്ങൾ ഈ കാര്യത്തിൽ ആദ്യമായിട്ട് ശ്രമിക്കേണ്ടത്. നമുക്ക് ക്ലാസ്സിലേക്ക് പതിയെ കടക്കാം. അപ്പോൾ നമ്മൾ 25 ടോപ്പിക്കുകളിലാണ് ഈ ക്ലാസ് നടക്കുന്നത്. 25 ടോപ്പിക്കുകൾ. 25 ടോപ്പിക്കുകളിൽ ഈ ക്ലാസ്സിനിടയിൽ 4 അല്ലെങ്കിൽ 5 തവണകളിലായി നമ്മൾ ലൈവ് സെഷൻസ് വെക്കും. ലൈവ് സെഷൻസ് എന്ന് പറയുന്നത് ഈ ക്ലാസ്സുകളിലുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിന്, അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രാക്ടിക്കൽ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരണം. ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരുപക്ഷെ ടീച്ചേഴ്സ് ആയിട്ടുള്ളവർ ഇതിലുണ്ടാകും, അതല്ലെങ്കിൽ അയൽവാസികളിലോ കുടുംബ ബന്ധങ്ങളിലോ ഉള്ള കുട്ടികൾ. അവരുമായി ബന്ധപ്പെട്ട് അവരുടെ പഠന വൈകല്യങ്ങളെ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ചില വർക്കുകൾ കൂടി നിങ്ങൾക്ക് ഇതിലൂടെ നൽകും. അപ്പൊ അതുകൂടി പൂർത്തിയാക്കിയിട്ട് വേണം നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ ആദ്യമായി സൂചിപ്പിക്കുന്നത്, സ്ലൈഡിലേക്ക് കടക്കാം. ഡെഫിനിഷൻ ഓഫ് ലേണിംഗ് ഡിസേബിലിറ്റി, അതാണ് നമ്മുടെ ആദ്യത്തെ പഠന ഭാഗം എന്ന് പറയുന്നത്. അതായത് പഠനത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, ഒരു കുട്ടിക്ക് പഠനത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. ഒന്നുകിൽ അത് ആ കുട്ടിയുടെ ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് വളരെ പ്രകടമായിട്ട് തന്നെ പുറത്തോട്ട് കാണുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. ആ പ്രശ്നങ്ങൾ എന്താണ്, ബുദ്ധിമുട്ടുകൾ എന്താണ്. ഇപ്പൊ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ അടുത്ത് കുട്ടി പഠിക്കുന്നില്ല, കുട്ടി എഴുതുന്നില്ല എന്ന് പറയുന്നു, ഒരു രക്ഷിതാവ് പറയുന്നു. അങ്ങനെ ഒരു കൗൺസിലിങ്ങിന് വരുന്നു. നമ്മൾ കൗൺസിലിംഗ് പഠിച്ചു അല്ലെങ്കിൽ ലേണിംഗ് ഡിസേബിലിറ്റി പഠിച്ചു. അപ്പൊ ഇത്തരം വിഷയങ്ങളുമായിട്ട് രക്ഷിതാക്കൾ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു റീഡിംഗ് ടെസ്റ്റ്, ഒരു റൈറ്റിംഗ് ടെസ്റ്റ് നടത്തി നോക്കുക. ഇപ്പൊ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നതെങ്കിൽ 4th സ്റ്റാൻഡേർഡിലെയോ 3rd സ്റ്റാൻഡേർഡിലെയോ റേഞ്ചിലുള്ള ഒരു റീഡിംഗ് ടെസ്റ്റ്, ഒരു റൈറ്റിംഗ് ടെസ്റ്റ്. എല്ലാവരുടെ അടുത്തും കമ്പ്യൂട്ടർ എന്തായാലും സ്വാഭാവികമായിട്ടും ഉണ്ടാവും, ഒന്നുമില്ലെങ്കിലും മൊബൈൽ ഫോണെങ്കിലും ഉണ്ടാവും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ വീടുകളിലാണ് ഇരിക്കുന്നതെങ്കിലും നമുക്ക് നമ്മുടെ വീടുകളിൽ അവൈലബിൾ ആയിട്ടുള്ള മലയാളം റീഡിങ്ങും ഇംഗ്ലീഷ് റീഡിങ്ങും ഒക്കെ നമുക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ ഒരു കുട്ടി, ഇപ്പൊ എൻ്റെ ഒരു കൗൺസിലിംഗ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഒരു കുട്ടി പഠിക്കുന്നില്ല എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, ആ കുട്ടിക്ക് എഴുതാനും വായിക്കാനും അറിയുന്നുണ്ടാവില്ല. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എൻ്റെ അടുത്ത് ഒരിക്കൽ കൗൺസിലിങ്ങിന്റെ രക്ഷിതാവ് കൊണ്ടുവന്നപ്പോൾ കുട്ടി എഴുതുന്നില്ല വായിക്കുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് ആയിരുന്നു രക്ഷിതാവിനുള്ളത്. കുട്ടീൻ്റെ അടുത്ത് ഞാനൊരു റീഡിംഗ് ടെസ്റ്റും റൈറ്റിംഗ് ടെസ്റ്റും നടത്തിയപ്പോൾ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കുള്ള നോളേജ് ആ കുട്ടിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിക്കാനിരിക്കുവാനുള്ള മടി സ്വാഭാവികമായിട്ട് ഉണ്ടാകും. അപ്പോൾ ഇത് ആദ്യം കണ്ടെത്തുക എന്നത്
ഒരു ലേണിംഗ് ഡിസേബിലിറ്റി എക്സ്പേർട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ അടുത്ത് വരുന്ന എല്ലാ രക്ഷിതാക്കളും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരായിരിക്കുകയില്ല, അല്ലെങ്കിൽ വളരെ താഴെത്തട്ടിൽ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കില്ല. ഈ എല്ലാ റേഞ്ചിലുള്ള ആളുകൾ നമ്മളുടെ അടുത്തേക്ക് വരും. നമ്മൾ ബേസിക്കലി കുട്ടികൾ നമ്മളെ സമീപിക്കുമ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ടെസ്റ്റ്, അവർക്ക് വായിക്കുവാനും എഴുതുവാനും ഉള്ള നോളേജ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. സ്ലൈഡുകളിൽ കാണിക്കുന്ന ഇംഗ്ലീഷ് ടെക്സ്റ്റ് നിങ്ങൾ ഇങ്ങനെ വായിക്കുക. ഈ PDF ഞാൻ ഈ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു PDF ഫോർമാറ്റിലുള്ള ഒരു സ്റ്റഡി മെറ്റീരിയലും കിട്ടും. ഇപ്പൊ ഞാൻ ഇതിന്റെ മലയാളം ഭാഗം വായിച്ചു പോകാം, ഇംഗ്ലീഷ് നിങ്ങൾ വായിച്ചാൽ മതി. ഇവിടെ എന്താ പറയുന്നത്? ന്യൂറോളജിക്കൽ ഡിഫറൻസസ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, പഠനത്തിൽ ഒരു കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നത് ആ കുട്ടിയുടെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് എന്നത് വളരെ പ്രകടമായി നമുക്ക് കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയും. അപ്പൊ ഇതെന്താണ്? ഇതൊരു സ്പെക്ട്രമാണ്. ഒരു സ്പെക്ട്രം, ഒരു വ്യക്തിയുടെ ഏകാഗ്രതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇത്. അപ്പൊ ന്യൂറോളജിക്കൽ ഡിഫറൻസസ് വ്യത്യസ്തങ്ങളായിട്ടുള്ള കുട്ടികളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിലായിരിക്കും ആ കുട്ടികൾ പ്രകടിപ്പിക്കുക. അതാണ് ഇപ്പൊ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പിന്നെ എന്താ പറയാ ഒരു പിന്നെ മൊത്തത്തിൽ നമ്മുടെ ഈ 1 മന്ത് കോഴ്സിൽ എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇതിന്റെ ഡെഫിനിഷൻസ് നമ്മൾ പറഞ്ഞു പോവുകയാണ്. അപ്പൊ ഇത് ന്യൂറോളജിക്കൽ ഡിഫറൻസസ്. ഇനി പെർസിസ്റ്റന്റ് ചാലഞ്ചസ് എന്താണ്? ഇങ്ങനെ ബ്രെയിനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, വ്യത്യസ്ത കുട്ടികളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ ബ്രെയിനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? എഴുത്തുമായി ബന്ധപ്പെട്ടതായിരിക്കാം, വായനയുമായി ബന്ധപ്പെട്ടതായിരിക്കാം, കാൽക്കുലേഷൻസുമായി ബന്ധപ്പെട്ടതായിരിക്കാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിലായിരിക്കും ഇവർ പ്രകടിപ്പിക്കുക. സാധാരണ പറയാറുണ്ടല്ലോ, ചില കുട്ടികൾ നല്ല ബ്രൈറ്റ് ആണ് സർ, മാത്സിൽ നല്ല ബ്രൈറ്റ് ആണ്, പക്ഷെ ഇവൻ ബാക്കിയുള്ള സബ്ജക്റ്റുകളിലെല്ലാം തോറ്റുപോവുകയാണ്, തീരെ മാർക്ക് പോലും ഇല്ല. അപ്പൊ കുട്ടികളുടെ കഴിവുകൾ എന്ന് പറയുന്നത് കണ്ടെത്തി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാ കുട്ടികൾക്കും എല്ലാ കഴിവുകളും ഉണ്ടായിരിക്കില്ല. അപ്പൊ എബ്രഹാം ലിങ്കന്റെ കഥ വളരെ പ്രശസ്തമായ 32 കണ്ടുപിടുത്തങ്ങളും 1000-ലേറെ കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുള്ള പിന്നെ തോമസ് ആൽവ എഡിസന്റെ കഥ, ഇവരുടെ ചരിത്രങ്ങളിലൊക്കെ അവർ ഫുൾ പ്ലഡ്ജ് ആയിട്ടുള്ള ഒരു ബുദ്ധി വികാസം സംഭവിച്ച ആളുകളായിരുന്നില്ല, അല്ലെങ്കിൽ കുട്ടികളായിരുന്നില്ല അവരുടെ പഠന കാലഘട്ടങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയും. അപ്പോൾ ആസ് എ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഓർ ലേണിംഗ് ഡിസേബിലിറ്റി സ്പെഷ്യലിസ്റ്റ് എന്ന നിലക്ക് കുട്ടികളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകൾ ഉണ്ടാകും. ആ കഴിവുകളെ കണ്ടെത്തുവാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നത് കൂടി നമ്മളിൽ ഉൾച്ചേർന്നിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു പഠന സമയത്ത് പ്രധാനമായും മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കാര്യങ്ങളാണിത്. ഒന്ന് ഡിസ്ലെക്സിയ, മറ്റൊന്ന് ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ ആൻഡ് ADHD. ഇപ്പോൾ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് റീഡിങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒരു കുട്ടിക്ക് വായനയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെ റെമഡിയൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിനെങ്ങനെയാണ് പരിഹരിക്കുക, അത് നമ്മളൊരു ഭാഗത്ത് പഠിക്കുന്നു. ഡിസ്കാൽക്കുലിയ എന്ന് പറയുമ്പോൾ തന്നെ അതിലെ കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഡിസ്കാൽക്കുലിയ നമ്മൾ ആ ഭാഗത്ത് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസിനെ മനസ്സിലാക്കുന്നതിനും അതിനെ എങ്ങനെ പരിഹരിക്കുന്നതിനുമുള്ള ഭാഗം. മറ്റൊന്ന് ഡിസ്ഗ്രാഫിയയാണ്, അത് റൈറ്റിംഗ് ഡിഫിക്കൽട്ടീസുമായി ബന്ധപ്പെട്ട് ഇൻക്ലൂഡിങ് ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് കോമ്പോസിഷൻ, എല്ലാ കാര്യങ്ങളും. കുട്ടിയുടെ കയ്യിൽ പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനെയൊക്കെയാണ് അത് അഡ്രസ് ചെയ്യുന്നത്. മറ്റൊന്ന് ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ADHD. ഈ ADHDയുമായി ബന്ധപ്പെട്ട് ഇപ്പം അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ ഫഹദ് ഫാസിൽ ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അതായത് കുട്ടികളിൽ കാണുന്ന ഒരു മെന്റൽ ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ഡിസോർഡർ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് ഇവിടെ പഠിക്കും. ഈ 3 കാര്യങ്ങൾ ഏതൊക്കെയാ? ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ ആൻഡ് ഡിസ്കാൽക്കുലിയ. ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ തന്നെ, ഈ 3 കാര്യങ്ങളിലൂടെ ഒരു കുട്ടീനെ അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് മിക്കവാറും കേസസുകൾ അറ്റൻഡ് ചെയ്യുവാനും അതിൻ്റെ പഠനപരമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുവാനും ഒരു കൗൺസിലർക്ക് അല്ലെങ്കിൽ ഒരു ലേണിംഗ് ഡിസേബിലിറ്റി ഫാക്കൽറ്റിക്ക് കഴിയും. ഇവിടെ ഈ ഭാഗത്ത് 3 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഇൻഡിവിജ്വലൈസ്ഡ് സപ്പോർട്ട്,
ഏർലി ഇന്റർവെൻഷൻ ആൻഡ് കൊളാബറേഷൻ. എന്നാൽ ഇൻഡിവിജ്വലൈസ്ഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കുട്ടികൾ ക്ലാസ്സുകളിൽ നല്ല പെർഫോമൻസ് പ്രകടിപ്പിക്കുന്നില്ലായിരിക്കാം, പക്ഷെ വീടുകളിൽ എത്തുന്ന സമയത്ത് അവരെഴുതുവാനും വായിക്കുവാനും പഠിക്കുവാനും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പരിശ്രമിക്കുന്ന കുട്ടികളായിരിക്കാം. പക്ഷെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ടീച്ചർ പറയും കുട്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല, ക്ലാസ്സിൽ ഇന്ററാക്ട് ചെയ്യുന്നില്ല, ഇൻട്രോവേർട്ട് ആയിട്ടിരിക്കുന്നു, ക്ലാസ്സിൽ ശരിക്കും ബോർഡിന്റെ മേലെ എഴുതി കൊടുക്കുന്ന സമയത്ത് അതേപോലെ പകർത്തി എഴുതുന്നില്ല തുടങ്ങിയിട്ടുള്ള ചില ചെറിയ ചെറിയ കംപ്ലൈൻറ്റ്സ് ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് പറയും. എല്ലാ ടീച്ചേഴ്സും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ലേണിംഗ് ഡിസേബിലിറ്റിയിൽ എക്സ്പേർട്സ് ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. എക്സ്പേർട്സുകൾ എന്ന നിലയ്ക്ക് നമ്മൾ നമ്മുടെ അടുത്തേക്ക് ഒരു കുട്ടീനെ കൊണ്ടുവരുമ്പോൾ, ഇനിയിപ്പോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു കുട്ടി ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ പ്രകടിപ്പിക്കുമ്പോൾ പാരന്റ്സിന്റെ അടുത്ത് നമ്മുടെ അടുത്തേക്ക് അവരെ കൊണ്ടുവരുന്ന പാരന്റ്സിന്റെ അടുത്ത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആ കുട്ടിയുടെ ഓവറോൾ പെർഫോമൻസ് എങ്ങനെയുണ്ട് അതാണ് നോക്കണം. ഓവറോൾ പെർഫോമൻസ് അല്ലെ, യൂണിറ്റ് ടെസ്റ്റ് എക്സാംസ് ഒക്കെ വരുന്ന സമയത്ത് ഈ കുട്ടി പെർഫോം ചെയ്യുന്നുണ്ടോ എന്നതാണ് അവിടെ യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പൊ ഇൻഡിവിജ്വൽ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചില കുട്ടികൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ, ഇപ്പോ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടി 1st സ്റ്റാൻഡേർഡിലെയോ 2nd സ്റ്റാൻഡേർഡിന്റെയോ റേഞ്ചിൽ നിൽക്കുക, 3rd സ്റ്റാൻഡേർഡിലേക്ക് ഉയരുവാൻ വേണ്ടി കഴിയുന്നില്ല. അത് ഏത് രീതിയിലും അങ്ങനെ തന്നെ. ഇപ്പൊ 7th സ്റ്റാൻഡേർഡിലെ കുട്ടി 5th-ലെയോ 6th-ലെയോ പെർഫോമൻസ് കാണിക്കുക, 7th-ലേക്ക് ഉയരുവാൻ വേണ്ടി കഴിയുന്നില്ല. ഇപ്പൊ നമ്മൾ എന്ത് അഡ്വൈസ് ആണ് കൊടുക്കേണ്ടത്? ആ കുട്ടിയെ പിൻവലിച്ച് ആ ക്ലാസ്സിൽ നിന്ന് തൽക്കാലത്തേക്ക് വിഡ്രോ ചെയ്ത് ആ കുട്ടിക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് ചിലപ്പോൾ 1, 2, 3 മാസങ്ങൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് 7 വയസ്സിനുള്ളിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. ആക്ച്വലി ഇത് സംഭവിക്കേണ്ടത്. കുട്ടിക്ക് ബോൾ കാണിക്കുന്നു, ബോൾ ആണെന്ന് അറിയാം, മനസ്സിലായി, പക്ഷെ പറയാൻ വേണ്ടി കഴിയുന്നില്ല. എന്തെങ്കിലും ടോയ്സ് കാണിച്ചു, പാവേനെ കാണിച്ചു, അതല്ലെങ്കിൽ ടോയ് ബൈക്ക് ഓർ ടോയ് സൈക്കിൾ, ടോയ് കാർ കാണിച്ചു, പറയാൻ കിട്ടുന്നില്ല. ഇതൊരു ഡിസേബിലിറ്റിയാണ്. ഇത് 7 വയസ്സിന്റെ ഉള്ളിൽ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് പരിഹാര മാർഗങ്ങളിലേക്ക് കടക്കുവാനും അതിനെ കറക്റ്റ് ചെയ്യുവാനും വേണ്ടി കഴിയും. അതല്ലാത്ത രീതിയിലും കറക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുകയൊക്കെ ചെയ്യും, പക്ഷെ അത് കുറച്ച് ഡിഫിക്കൽട്ടി ആയിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട്. മറ്റൊന്ന് പറയുന്നത് ഏർലി ഇന്റർവെൻഷൻ ആണ്. ഐഡന്റിഫൈയിങ് ചലഞ്ചസ് ഏർലി ഇൻ ക്രൂഷ്യൽ ഫോർ ഒപ്റ്റിമൈസിങ് ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാല് മുൻകാലഘട്ടങ്ങളിൽ ഈ കുട്ടി ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കിയിരിക്കണം. അവിടെ ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു ലേണിംഗ് എക്സ്പേർട്ട്, ലേണിംഗ് ഡിസേബിലിറ്റി എക്സ്പേർട്ട് ആ കുട്ടിയുടെ ഡെവലപ്മെന്റൽ ഇരിക്കും. ആ കുട്ടിയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ് എന്താ? ഡെവലപ്മെന്റൽ സ്റ്റേജ് എന്ന വളർന്നു വന്ന ഘട്ടങ്ങൾ. ആ ഘട്ടങ്ങളിൽ എവിടെയെങ്കിലും അവരുടെ ജീവിത ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ആ കുട്ടി അവിടെ സ്റ്റിക്ക് ഓൺ ആവും. അത് നമ്മൾ കൗൺസിലിംഗ് പഠിക്കുന്ന സമയത്ത് വിശദമായിട്ട് പഠിക്കുന്ന ഒരു ഭാഗമാണ്. ജീൻ പിയാഷയുടെ, എറിക്സന്റെ, അതുപോലെ തന്നെ മറ്റു പല സ്കോളേഴ്സിന്റെയും ഡെവലപ്മെന്റൽ സ്റ്റേജസ് പഠിക്കുമ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ 1ാമത്തെ വയസ്സിൽ ഫുൾഫിൽ ചെയ്യപ്പെടേണ്ട പല നീഡ്സ് ഉണ്ട്. ആ നീഡ് ഫുൾഫിൽ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ 2ാമത്തെ വയസ്സിലും 3ാമത്തെ വയസ്സിലുമൊക്കെ അത് എന്ത് ചെയ്യും? അവിടെ ഒരു ട്രോമയായിട്ട് അത് അവിടെ അതിനെ പിന്നെ മറികടക്കുവാൻ വേണ്ടി ഈ വലിയ വയസ്സിലെത്തുന്ന സമയത്ത് അത് പ്രകടിപ്പിക്കുമ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ CBT പോലെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലെയുള്ള ആവശ്യങ്ങൾ വരികയും ചെയ്യും. ഓക്കെ, ഇനി കൊളാബറേഷൻ നോക്കൂ. ഇവിടെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ ഒരു പരിഹാര മാർഗത്തിലേക്ക് കൊണ്ടുവരിക? അതിൽ ഇൻവോൾവിങ് ഫാമിലീസ്, എഡ്യൂക്കേറ്റേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ പോലെയുള്ള കൗൺസിലേഴ്സിനെയും അതുപോലെ തന്നെ ലേണിംഗ് ഡിസേബിലിറ്റിയുടെ എക്സ്പേർട്സുകളെയൊക്കെയാണ് ഈ പറയുന്നത്. ആൻഡ് സ്പെഷ്യലിസ്റ്റ് എൻഷുർ കോംപ്രിഹെൻസീവ് സപ്പോർട്ട്. അവർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുവാൻ വേണ്ടി പറയുന്ന പറ്റുന്ന രീതിയിലുള്ള ആളുകൾ ഉണ്ടായിരിക്കണം. ഇപ്പൊ നമുക്കൊരു കുട്ടി പഠിക്കുന്നില്ല,
രക്ഷിതാവ് എന്താ സ്വാഭാവികമായിട്ട് ചെയ്യുക? അവർക്ക് വേഗം ടെൻഷനാകും. അല്ല, എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ക്ലാസ്സിലുള്ള എൻ്റെ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികൾ നന്നായി പഠിച്ചു മുന്നേറുന്നു, എൻ്റെ കുട്ടിക്ക് കഴിയുന്നില്ല, നമുക്ക് ടെൻഷനായി. അല്ലെ, രക്ഷിതാവിന് ടെൻഷനായി. പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഈ കുട്ടിക്ക് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മൾ ദേഷ്യം പിടിക്കുന്നു, വഴക്ക് പറയുന്നു, തല്ലുന്നു. വഴക്ക് പറയലും തല്ലലും ഒക്കെ ഇതിനൊരു പരിഹാരമാർഗമാണെങ്കിൽ നമുക്കത് ചെയ്യാം. രക്ഷിതാവിനെ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഈ വഴക്ക് പറയലും തല്ലലും ദേഷ്യം പിടിക്കലും ഒക്കെ ഈ കുട്ടിക്ക് സപ്പോർട്ടീവ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ യു ക്യാൻ ഗോ അഹെഡ്. അപ്പൊ രക്ഷിതാവ് എന്താണ് സ്വാഭാവികമായിട്ടും പറയുക? ഇല്ല, അതൊന്നും സഹായകരമാവുകയില്ല. അല്ലെ, കുട്ടി ഒന്നുകിൽ കരയും, അതല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആകും, കോൺസെൻട്രേഷൻ ലെവൽ കുട്ടിയുടേത് നഷ്ടപ്പെടും. അപ്പൊ ആദ്യം നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്ക് വളരുവാൻ വേണ്ടി, മുന്നോട്ട് പോകുവാൻ വേണ്ടി കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സാധാരണ തൽക്കാലം എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. അതെല്ലാം സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി പെരുമാറി കുട്ടിയുടെ മുന്നിൽ ബിഹേവ് ചെയ്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളതൊക്കെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ യഥാർത്ഥത്തിൽ നടക്കേണ്ടതായിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ ഈ പിരമിഡ് നോക്കൂ. ആദ്യം എന്താ പറയുന്നത്? അക്കാഡമിക്, രണ്ടാമത്തേത് സോഷ്യൽ, മറ്റൊന്ന് ഇമോഷണൽ. അക്കാഡമിക്സ് എന്ന് പറയുന്നത് പിന്നെ ചില പ്രത്യേക വിഷയങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ, അത് അക്കാഡമിക പ്രശ്നങ്ങൾക്ക് കാരണമാകും. എല്ലാ സബ്ജക്റ്റുകൾക്കും ഇല്ല, ചില പ്രത്യേക സബ്ജക്റ്റുകൾക്ക് മാത്രം. നമ്മൾ നേരത്തെ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു. കണക്കിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു കുട്ടി നേരെ മറിച്ച് വേറൊരു ഭാഗത്തേക്ക് വരുമ്പോൾ, സോഷ്യലിലേക്ക് വരുമ്പോൾ, സയൻസ് സബ്ജക്റ്റുകളിലേക്ക് വരുന്ന സമയത്ത് കുട്ടിക്ക് ആ പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ വേണ്ടി പറ്റുന്നില്ല. അതിനെ നമ്മൾ അക്കാഡമിക്സ് എന്ന് പറയുന്നു. ഓക്കെ, ഇതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഇതൊക്കെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ അതിന്റെ ജസ്റ്റ് ഔട്ട്ലൈൻ പറഞ്ഞു പോകുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, സോഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ എന്ന് പറഞ്ഞാൽ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി പഠിക്കുവാനുള്ള മാത്രം സ്ഥലമാണോ? അല്ല, പഠനത്തിന് മാത്രമുള്ള ഒരു സ്ഥലമാണ് സ്കൂളുകളെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ ആർട്സ് വേണ്ട, സ്പോർട്സ് വേണ്ട, സയൻസ് ഫെയർ വേണ്ട, എക്സ്കർഷൻസ് മീൻസ് ടൂറുകൾ വേണ്ട, ഇതൊന്നിൻ്റെയും ആവശ്യമില്ല. അല്ലെ, ഇൻഡിപെൻഡൻസ് ഡേയുടെ സെലിബ്രേഷൻ വേണ്ട, മറ്റ് ആരാധനാ വിഷയം, ഓണം പെരുന്നാൾ വരുമ്പോൾ, വിഷു വരുമ്പോൾ, ക്രിസ്മസ് വരുമ്പോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലുമുള്ള ഒരു ആഘോഷ പരിപാടികളുടെയും അവിടെ ആവശ്യമില്ല. സ്കൂൾ എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാറ്റിൻ്റെയും എന്താ പറയാ, ഒരു സമ്മിശ്രമായിട്ടുള്ള എൻജോയ് ചെയ്യുവാൻ വേണ്ടി കൂടിയുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇതവിടെ സംഭവിക്കണം. ഇത് സംഭവിച്ചില്ലെങ്കിലോ സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കൂടി അവിടെ നടക്കണം. അപ്പൊ ഈ വിഷയങ്ങളിൽ ഒരു കുട്ടി ഇൻട്രോവേർട്ട് ആയിട്ട് നിൽക്കുമ്പോൾ ടീച്ചർ വിചാരിക്കുന്നു എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കുട്ടികളെ പഠിപ്പിച്ച് മുന്നേറ്റുക എന്നുള്ളത് മാത്രമാണ്. ഇതിലൊന്നും കുട്ടികൾ അത്ര വലിയ ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിലും അതിൽ വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് വിചാരിച്ച് ഒരു ടീച്ചർ നിൽക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നം കുട്ടികളിൽ ഭാവിയിൽ വളർച്ചയുടെ ഘട്ടങ്ങളിൽ സംഭവിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓരോ ഘട്ടങ്ങളിലുള്ള വളർച്ചയിലും അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ, ഫുൾഫിൽ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് അവരുടെ ഭാവിയിലുള്ള പഠനത്തെ ബാധിക്കുന്നതായിട്ട് കാണും. ഇമോഷണൽ എന്താണ്? ഇമോഷണൽ എന്ന് പറഞ്ഞാൽ അല്ലെ, ചിലർക്ക് പഠന സമയത്ത് മടി, വിരസത, അല്ലെ, ഭയങ്കരമായ ചിന്തകൾ പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോവുക, അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ചില വീഴ്ചകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇമോഷണലി ബാധിക്കുന്ന പല കാര്യങ്ങളും അവരുടെ വിഷയത്തിൽ ഉണ്ടായിരിക്കും. ഇതാണ് ഈ പിരമിഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇമ്പാക്ട് ഓൺ ലേണിങ്ങിനെ, പഠനത്തെ ബാധിക്കുന്ന പലതരത്തിലുള്ള ഘടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവര് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. എന്താണ്? 4 കാര്യങ്ങൾ: അണ്ടർസ്റ്റാൻഡിങ്, അഡാപ്റ്റേഷൻ, സ്ട്രാറ്റജീസ് ആൻഡ് കൊളാബറേഷൻ. ഈ 4 കാര്യങ്ങൾ എഡ്യൂക്കേറ്റേഴ്സ് മനസ്സിലാക്കി വെക്കണം, കൗൺസിലേഴ്സ് മനസ്സിലാക്കി വെക്കണം. എല്ലാ മേഖലയിലും എന്ത് നടക്കുന്നുണ്ട്? പുതിയ 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 വിവരങ്ങളുടെ അപ്ഡേഷൻസ് നടക്കുന്നുണ്ട്, അല്ലെ? ആളുകളുടെ ശാരീരിക പ്രകൃതികളിൽ തന്നെ പല മാറ്റങ്ങളും സംഭവിക്കുന്നില്ലേ? പണ്ടുണ്ടായിരുന്ന ഷുഗർ ലെവലാണോ ഇപ്പോഴുള്ളത്? കൊളസ്ട്രോൾ ലെവലാണോ ഇപ്പോഴുള്ളത്? അല്ലല്ലോ, മാറിയിട്ടുണ്ട്, അല്ലെ?
അതുപോലെ തന്നെ കുട്ടികളുടെ ബുദ്ധി വികാസത്തിലും മറ്റുമൊക്കെ പല പല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങളെ കുറിച്ച് ആര് മനസ്സിലാക്കിയിട്ട് ഇരിക്കണം? ഒരു കൗൺസിലർ, ഒരു എഡ്യൂക്കേഷണൽ കൗൺസിലർ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളിടത്ത് എഡ്യൂക്കേറ്റേഴ്സ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ചാലഞ്ചസ് ലേണേഴ്സ് ഫേസ്. അവർ അഭിമുഖീകരിക്കുന്ന പഠിതാക്കൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ പിന്നെ സ്കൂളുകളിലൊക്കെ ഇതിന് വളരെ പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ ലേണിംഗ് ഡിസബിലിറ്റി സ്പെഷ്യലിസ്റ്റുകളെ വെക്കുന്നുണ്ട്, കൗൺസിലേഴ്സിനെ വെക്കുന്നത് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ ഒരു പുതിയ കാൽവെപ്പ് നടത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരും സ്വയം അപ്ഡേറ്റ് ആകണം എന്നതാണ് ഈ സൂചന എന്ന് പറയുന്നത്. അഡാപ്റ്റേഷൻസ്, മോഡിഫൈ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ലേണിംഗ് മെറ്റീരിയൽസ് ടു സ്യൂട്ട് ഇൻഡിവിജ്വൽ നീഡ്സ്. എല്ലാവർക്കും ഒരു പ്ലേറ്റിൽ എന്ത് ചെയ്യരുത്? വിളമ്പി കൊടുക്കരുത്, അല്ലെ? ഓരോരുത്തരെയും അറിഞ്ഞു വിളമ്പണം എന്ന് പറയാം. ഓരോരുത്തരെയും അറിഞ്ഞു വിളമ്പണം, അല്ലെ? കുട്ടികൾക്ക് വിളമ്പുന്ന അത്ര അല്ല, ചെറിയ കുഞ്ഞു പൈതങ്ങൾക്ക് വിളമ്പുന്നത് പോലെയല്ല. പിന്നെ കുറച്ചൊരു മുതിർന്ന അഡോളസെന്റ് ഏജിലുള്ളവർക്ക്, അല്ലെ, കുറച്ചുകൂടി മുതിർന്നവർക്കോ ഒരു 25-30 years ഓൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഭക്ഷണം പിന്നെ കൊടുക്കുന്ന സമയത്തുള്ള ക്വാണ്ടിറ്റി അല്ല, വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഇതേപോലെ തന്നെയാണ് പഠന മേഖലയിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം കൂടി എക്സ്പീരിയൻസിന്റെ ബേസിൽ ഞാൻ ആഡ് ചെയ്തിട്ട് പറയാം. ഒരു കുട്ടി പഠിക്കുന്നില്ലെങ്കിൽ, ഇപ്പൊ ഒരു വീട്ടിൽ 2-3 കുട്ടികൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കുട്ടികൾ, ഒരു കുട്ടി അതിൽ നല്ല പെർഫോമൻസ് ആണ് സ്കൂളിൽ കാഴ്ചവെക്കുന്നത്, മറ്റേ കുട്ടി പെർഫോമൻസ് കാഴ്ചവെക്കുന്നില്ല. ഞാൻ അതാണ് കുറച്ച് മുന്നത്തെ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞത്. എബ്രഹാം ലിങ്കനെ പോലെയുള്ള, തോമസ് ആൽവ എഡിസനെ പോലെയുള്ള ചില കുട്ടികൾ, അല്ലെ? ഇനിയിപ്പോ നമ്മുടെ കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള ചില കുട്ടികൾ, അവര് പഠന സമയത്ത് പ്രകടിപ്പിച്ചിരുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരുന്നു. ഒന്നുകിൽ ഏറിയോ കുറഞ്ഞോ അളവിലുള്ളതായിരുന്നു. അവർക്ക് കറക്റ്റ് റൂട്ട് ചെയ്യുവാൻ ഒരാളുണ്ടായിരുന്നതിൻ്റെ ഫലമായിട്ടാണ് പലതും പിന്നെ ഉന്നത ലെവലിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ റൂട്ട് ചെയ്യുക എന്നുള്ള ഒരു പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ആക്ച്വലി ഇവരുമായിട്ട് വരുന്ന പാരൻസിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊരു കുട്ടീനെ പെട്ടെന്ന് വെച്ചിട്ട് അവരുടെ ലേണിംഗ് ഡിസബിലിറ്റിയെയോ ലേണിംഗ് ഡിഫിക്കൽട്ടിയെയോ കംപ്ലീറ്റ് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയൊന്നുമില്ല. അതിന് സപ്പോർട്ടും നിർബന്ധമായിട്ടും ആവശ്യമാണ്. അപ്പോൾ ആവശ്യം വരുന്ന കാര്യങ്ങൾ രക്ഷിതാവിലൂടെ ഫുൾഫിൽ ചെയ്തെടുക്കുക എന്നതാണ് നമ്മളിലുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. എന്ത് സ്ട്രാറ്റജികളാണ് നമ്മൾ ഇതിൽ എടുക്കേണ്ടതായിട്ടുള്ളത്? ടീച്ച് ലേണേഴ്സ് എഫക്റ്റീവ് സ്ട്രാറ്റജീസ് ഫോർ ഓവർകമ്മിങ് ദെയർ സ്പെസിഫിക് ചാലഞ്ചസ്. നേരത്തെ സൂചിപ്പിച്ചതിന്റെ തുടർച്ച തന്നെയാണ്. ഓരോ കുട്ടിക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ചാലഞ്ചസ് ഏറ്റെടുക്കാനുള്ള കഴിവുകളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും. അതിനെ കണ്ടെത്തുക, അതിനെ പരിപോഷിപ്പിക്കുക എന്നതാണ്. ഇപ്പം എൻ്റെ ഒരു കൗൺസിലിംഗ് എക്സ്പീരിയൻസിൽ ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നലെ ഒരു കൗൺസിലിങ്ങിന് വന്നപ്പോൾ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി പറയുന്നു, എനിക്ക് പിന്നെ പാരൻസ് ഇരിക്കുന്നുണ്ട്, പാരൻസിൻ്റെ മുന്നിൽ വെച്ചപ്പോൾ സെക്കൻഡ് സിറ്റിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ഈ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ കാര്യം കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ഈ കുട്ടീൻ്റെ ഞാൻ എൻ്റെ പിന്നെ ഫസ്റ്റ് വിസിറ്റിങ്ങിൽ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള കാര്യം എഴുതിയത് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു, നീ കഴിഞ്ഞ പ്രാവശ്യം ആരാകണം എന്നാണ് പറഞ്ഞത്? വാട്ട് യു വാണ്ട് ടു ബി എന്നുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു ആൻസർ പറഞ്ഞത്? അപ്പോൾ പയ്യൻ പറഞ്ഞു, എനിക്ക് ലോജിസ്റ്റിക് ഓഫീസർ ആകണം. അപ്പോൾ പാരൻസ് ഇരുന്ന് അങ്ങോട്ട് ചിരിച്ചു. ഈ ചിരിക്കുന്ന സമയത്ത് ഈ പയ്യൻ ഈ പാരൻസിന് ഒരു നോട്ടം നോക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ പാരൻസ് എന്ന് പറയുന്നത് കുട്ടികളുടെ പഠനപരമായതും ബുദ്ധിപരമായതും സ്വഭാവപരമായതുമായിട്ടുള്ള വളർച്ചയുടെ ഘട്ടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നവരാണ് പാരൻസ് എന്ന് പറയുന്നത്. അവരുടെ ആ ചിരി ആ കുട്ടിയിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അപ്പോൾ സ്ട്രാറ്റജീസ് എന്താണ്? ലേണേഴ്സ് പിന്നെ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പേർട്ടുകളായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയും വളർത്തുകയും ചെയ്യേണ്ട ഒരു കാര്യമാണിത്. Then last one, the fourth one is collaboration എന്ന് പറയുമ്പോൾ work with parents and specialists for a comprehensive approach. അവർക്ക് ഒറ്റയ്ക്ക് സാധ്യമാകുന്ന ഒന്നല്ല. പാരൻസിലൂടെ, ടീച്ചേഴ്സിലൂടെ, മറ്റ് ആരിനൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുവാൻ വേണ്ടി പറ്റുമോ അതിലൂടെ. പാരൻസിൻ്റെ അടുത്ത് നമ്മൾ പറയുന്നത് എല്ലാ കാലത്തേക്കുമല്ല, ഒരു നിശ്ചിത പീരീഡിലേക്ക് മാത്രമാണ്. ആ നിശ്ചിത സമയത്തേക്ക്
ഇങ്ങനൊരു കൊളാബറേഷൻ സാധ്യമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകുന്നതിന് മറ്റാരുടെയും ഹെൽപ്പോ സപ്പോർട്ടോ ആവശ്യമായിട്ട് വരികയില്ല എന്ന് നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ വീണ്ടും 3 കാര്യങ്ങൾ പറയുകയാണ് മിത്ത് ബേസ്റ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്ത്. അതില് ഒന്ന് ലേസിനെസ് ആണ്, അല്ലെ? ലേസിനെസ്. ഇപ്പൊ പഠന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എന്തല്ല, നമ്മളൊരാള് പ്രേരിപ്പിക്കാത്തതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതല്ല ഒരു കുട്ടിയുടെ പഠനത്തിലുള്ള പിറകോട്ട് പോക്ക് എന്ന് പറയുന്നത്. നമ്മൾ അതിനെ പഠിക്കുന്നില്ല, വായിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, ശ്രമിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെയാണ് പാരന്റ്സ് സാധാരണഗതിയിൽ പറയാറ്. പക്ഷെ അങ്ങനെ ഒരു പ്രേരണയോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനോ ഇല്ലാത്തതിന്റെ കാരണമായിട്ടല്ല ഒരു കുട്ടിയിൽ പഠന വൈകല്യം ഉണ്ടാകുന്നത്. പിന്നെ അത് ക്യൂറിൽ എന്താ പറയുന്നത്, പഠന ബുദ്ധിമുട്ടുകൾക്ക് ആക്ച്വലി എന്തില്ല, ചികിത്സയില്ല. പഠന ബുദ്ധിമുട്ടുകൾക്ക്, ലേണിംഗ് ഡിഫിക്കൽട്ടിക്ക് എന്തില്ല, ചികിത്സയില്ല. ഇത് പാരന്റ്സുമായിട്ട് നല്ല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ വേണ്ടി കഴിയണം. പക്ഷെ എന്താണ് ഉള്ളത്, എന്താണ്, ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടി പറ്റും. ആർക്കാ പറ്റുക? പാരന്റ്സിനാ പറ്റുക. സ്കൂളിൽ ഒരു നിശ്ചിത സമയം മാത്രമേ കുട്ടിയുള്ളൂ. കൗൺസിലറുടെ അടുത്തേക്കോ ലേണിംഗ് എക്സ്പേർട്സിന്റെ അടുത്തേക്കോ ലേണിംഗ് ഡിസബിലിറ്റി എക്സ്പേർട്സിന്റെ അടുത്തേക്കോ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയം മാത്രമേ ഉള്ളൂ. അവർ ചില വർക്കുകൾ പറയുകയാണ്. ഇപ്പൊ സ്കൂളിൽ നിന്ന് കുട്ടിക്ക് ചില ഹോംവർക്ക്സ് കൊടുക്കും, അല്ലെ? എന്തിനാ സ്കൂളിൽ തന്നെ പഠിപ്പിച്ചാൽ പോരെ, പിന്നെ വീട്ടിൽ വന്നിട്ട് പഠിപ്പിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ആരെങ്കിലും ആലോചിക്കാറുണ്ടോ? ഇല്ല. സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചതിന്റെ തുടർച്ച എന്ന നിലക്ക് വീട്ടിലിരുന്നും കുറച്ച് പഠനങ്ങൾ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ സ്കൂളിങ്ങിന്റെ ആ കാര്യങ്ങളെ ഫുൾഫിൽ ചെയ്യുവാൻ വേണ്ടി കഴിയുകയുള്ളൂ. ലേണിംഗ് ഡിസേബിലിറ്റി ഓർ ലേണിംഗ് ഡിഫിക്കൽട്ടി സംഭവിച്ച ഒരു കുട്ടിക്ക് എന്തുകൂടി ആവശ്യമുണ്ട്, ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകൾ ആവശ്യമുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി പിന്നെ മെഡിസിൻസ് കഴിച്ചാൽ മാറുന്ന ഒരു പ്രശ്നമായിട്ട് ഇതിനെ ചില രക്ഷിതാക്കൾ കാണും. അവരെന്താ പറയാ, കൗൺസിലിങ്ങിന് കൊണ്ടുപോയി ആ സാറിനെ കാണിച്ചു അല്ലെങ്കിൽ ആ മാഡത്തെ കാണിച്ചു, എൻ്റെ കുട്ടിക്ക് ഒരു മാറ്റവും ഇല്ല എന്ന് പറയും. വീട്ടിൽ നിന്നുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. ഡിസേബിലിറ്റി, പഠന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ മൊത്തം പ്രശ്നത്തെ നിർണ്ണയിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ 2 പ്രാവശ്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, വീണ്ടും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പല മഹാന്മാരുടെയും ചരിത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സൂചിപ്പിച്ചു. അവരുടെ മൊത്തം ഡിസേബിലിറ്റി അല്ല, അവരിൽ പല കഴിവുകളും ഉണ്ട്. ആ കഴിവുകളെ കണ്ടെത്തിക്കൊണ്ട് ആ ഭാഗത്തെ മോട്ടിവേറ്റ് ചെയ്ത് വളർത്തി കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ലൈഫ് സ്റ്റൈല് അവർ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പൊ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ആരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമ്മളെ ഉത്തരവാദിത്വം അതല്ലാതെ അവരെ സാധാരണ അവസ്ഥയിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ പോലെ പഠിക്കുന്നില്ല. അപ്പൊ അവരെ ആ ഒരു അവസ്ഥയിലേക്ക് വളർത്തുക എന്നത് മാത്രമല്ല നമ്മുടെ ഡ്യൂട്ടി, അവരിൽ ഉറങ്ങിക്കിടക്കുന്ന മറ്റു കഴിവുകളെ കൂടി കണ്ടെത്തല് നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, കുട്ടികൾക്ക് എന്തുണ്ടായിരിക്കണം, അവർക്ക് സെൽഫ് അവെയർനെസ് കൊടുക്കണം. നിങ്ങൾക്ക് സാധിക്കും എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില മോട്ടിവേഷൻസ് അവർക്ക് കൊടുക്കണം. ഏത് രീതിയിലുള്ള വെല്ലുവിളികളെയും ഏറ്റെടുക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയും. സാധാരണഗതിയിൽ പിന്നെ കൗൺസിലിംഗ് സെന്ററുകളിലൊക്കെ കൊടുക്കുന്നതിലെ നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് കിട്ടുന്ന കുട്ടികൾക്കും 24 hours ആണുള്ളത്. അവരെ പഠിപ്പിക്കുന്ന അതേ ടീച്ചറാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഫുള്ളിൽ 100% മാർക്ക് കിട്ടുന്ന കുട്ടികൾ പഠിക്കുന്ന അതേ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങളുടെ അടുത്തുള്ളത്. അവർക്ക് കൊടുക്കുന്ന അതേ നോട്ട്സ് ആണ് നിങ്ങൾക്കും കിട്ടുന്നത്. ദെൻ വൈ നോട്ട് എന്ന് പറയുന്ന ഒരു മെസ്സേജ് അവർക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ നമുക്ക് സാധിച്ചാൽ ഒരു പരിധി വരേക്കും ഈ പ്രശ്നത്തെ ഒക്കെ നമുക്ക് മറികടക്കുവാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെയും വകഞ്ഞു മാറ്റി ചികഞ്ഞു മാറ്റി മുന്നോട്ട് പോകുവാൻ വേണ്ടി കഴിയും. ഇതൊക്കെ അവസരങ്ങളാണ് എന്ന്, ഈ പ്രതിസന്ധികളൊക്കെ അവസരങ്ങളാണ്. ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇത് പ്രായത്തിനനുസരിച്ചും അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറിനനുസരിച്ചും ഒക്കെ സംഭവിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇതിൻ്റെ ഒക്കെ വിശദീകരിച്ച രൂപങ്ങളാണ് നമ്മുടെ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുപോലെ തന്നെ അവർക്ക് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും ചോദിക്കുവാനുള്ള ഒരു അവസരം, ഒരു സാഹചര്യമാണിതെന്ന് മനസ്സിലാക്കണം. എന്ത് പ്രശ്നങ്ങൾ ഇത് ചോദിച്ചാൽ
പൊട്ടത്തരമായി പോയേക്കുമോ എന്നൊരു ആശങ്ക ഉണ്ടാവും ചില കുട്ടികൾക്ക്. അപ്പോൾ ഞാൻ പഠനത്തിൽ ഒരല്പം പിറകിലാണല്ലോ, ഇനിയിപ്പോൾ ഞാൻ ഈ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് വല്ല വിഡ്ഢിത്തവുമായി പോയേക്കുമോ തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് ആ തരത്തിലുള്ള ചിന്തകളെ മാറ്റുവാനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ പിന്നീട് പറയുന്ന അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ പഠന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മളും എന്തായിരിക്കണം, നല്ല രീതിയിലുള്ള അവബോധമുള്ളവരായിരിക്കണം ഈ കുട്ടീനെ അറ്റൻഡ് ചെയ്യുന്നവരെന്നുള്ള നിലക്ക്. പിന്നെ സപ്പോർട്ട്, എന്തെല്ലാം തരത്തിലുള്ള സപ്പോർട്ടാണോ അവർക്ക് ആവശ്യം ആ സപ്പോർട്ട് എല്ലാം ലഭിക്കുമെന്ന് അവരുടെ അടുത്ത് പറയാം. പഠനവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള പ്രശ്നം മോൾക്കുണ്ടെങ്കിലും അല്ലെങ്കിൽ മോനുണ്ടെങ്കിലും അതിനെ പരിഹരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അച്ഛൻ പറയണം, ഞാൻ തയ്യാറാണെന്ന് അമ്മ പറയണം. ടീച്ചറും ആ കമ്മ്യൂണിക്കേഷൻ ഭംഗിയായിട്ട് നിവർത്തിക്കണം. നമ്മെപ്പോലുള്ള എക്സ്പേർട്ടുകളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മളും ആ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് ഭംഗിയായിട്ട് ചെയ്യണം. ഇത് അവർക്ക് കിട്ടുന്ന എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഈ കോൺഫിഡൻസിൽ നിന്ന് അവരെന്ത് ചെയ്യും, അവര് വളരും. നേരെ മറിച്ച് ആ കുട്ടീനെ വഴക്ക് പറയുക, ആ കുട്ടീനെ തല്ലുക, ആ കുട്ടി പഠിക്കാനിരിക്കുന്ന സമയത്ത് പിന്നെ നിനക്കിത് കിട്ടുന്നില്ലല്ലോ, ആ കുട്ടീനെ നോക്കൂ, ഈ കുട്ടീനെ നോക്കൂ, മറ്റേ മകനെ നോക്കൂ, മകളെ നോക്കൂ, അയൽവാസിയെ നോക്കൂ, ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കുട്ടികളെ നോക്കൂ എന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് പാരന്റ്സിന്റെ അടുത്തു നിന്നും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ അടുത്തു നിന്നും ഉണ്ടാകുന്നതെങ്കിൽ ഒരിക്കലും ആ കുട്ടി ഒരു പെർഫോമൻസിലേക്ക് വളരുകയില്ല. നമ്മൾ സ്ലൈഡ് മാറ്റാൻ മറന്നുപോയി. ഇപ്പൊ ഇതിൽ പറയുന്ന അണ്ടർസ്റ്റാൻഡിങ്ങും സപ്പോർട്ടിങ്ങും ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ പഠന വൈകല്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കളുടെ അടുത്തും നമ്മുടെ ഡ്യൂട്ടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്, എന്ത് ചെറിയ തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ് ആ കുട്ടി കാണിക്കുന്ന സമയത്തും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, ആ സന്ദർഭത്തെ സെലിബ്രേറ്റ് ചെയ്യുക. കൈയടിച്ചുകൊണ്ട് ചെറിയ 1 രൂപയുടെയോ 2 രൂപയുടെയോ ഒക്കെ ചോക്ലേറ്റ്സ് വാങ്ങി കൊടുത്തുകൊണ്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. നീ ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് ആ കുട്ടീനെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോ സമയോചിതമായിട്ട് കുട്ടിയുടെ വിഷയത്തിൽ ഇടപെടുക. നമ്മൾ അവസാനിപ്പിച്ച് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുകയാണ്, സമയോചിതമായിട്ട്. പാരൻസ് പലപ്പോഴും കുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കുവാനുള്ള വിദ്യാഭ്യാസമില്ലാത്ത പാരൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ പല കൗൺസിലിംഗ് സെഷനുകൾക്കും എൻ്റെ സെന്ററിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു ബുദ്ധിമുട്ടും പ്രയാസം എന്താന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല ഈ കുട്ടിക്ക് ഓരോ ക്ലാസ്സുകളിലും ഉണ്ടാകേണ്ട അവയർനെസ്, വളർച്ച, ഇതൊന്നും സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല എന്ന് എന്ന് രക്ഷിതാവ് മനസ്സിലാക്കുന്നില്ല. അവസാനം ഏതെങ്കിലും ഒരു സുപ്രഭാതത്തില് ടീച്ചർ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ സ്കൂളുകളിലൊക്കെ അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിപുലമായ സൗകര്യങ്ങളൊക്കെ ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്കൂളുകളിൽ കൗൺസിലേഴ്സിനെ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ കുറെയൊക്കെ അതിനങ്ങനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളുകൾക്ക് പറ്റുന്നുണ്ട്. എങ്കിൽ പോലും പാരന്റ്സ് എന്ന നിലക്ക് അവർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രത്യേകമായ ഒരു അവയർനെസ്സിനെ കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കുക എന്നതും നമ്മുടെ ഡ്യൂട്ടിയിൽ പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോ ടോട്ടലി പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ നമ്മുടെ 25 ക്ലാസ്സസിൽ അതിനുശേഷം ഒരു 5 ക്ലാസ്സുകൾ സെപ്പറേറ്റ് കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടതും അടക്കമുള്ള 30 ക്ലാസ്സസ് ആണ് ഉണ്ടാവുക. ഓരോ ആഴ്ച കൂടുമ്പോഴും നമ്മൾ ഡിസ്കഷന് വേണ്ടിയിട്ട് ലൈവ് സെഷനിൽ അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തുക. ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഒരു നോട്ട് നിങ്ങളുടേതായ ഒരു നോട്ട് ആക്കി വെക്കുക. ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിക്കൊണ്ട് നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് സെക്കൻഡ് ഡേയിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.